നമസ്കാരം. കുറച്ചു ദിവസം മുൻപാണ് നടൻ മോഹൻലാൽ ശബരിമല ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും പ്രത്യേക പ്രാർത്ഥനകൾ നടത്തുകയും ഒക്കെ ചെയ്തു. അദ്ദേഹം എമ്പുരാൻ എന്ന് പറയുന്ന ചിത്രത്തിന്റെ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു എന്നൊക്കെ പറഞ്ഞ് ചില കമന്റുകളും പോസ്റ്റുകളും ഒക്കെ കണ്ടു. അവിടെ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകനും സുഹൃത്തുമായ മമ്മൂട്ടിക്ക് മുഹമ്മദ് കുട്ടി വിശാഖ നക്ഷത്രം എന്ന പേരിൽ ഉഷപൂജ, രോഗശാന്തിക്കായി നടത്തുന്ന ഉഷപൂജ വഴിപാട് സമർപ്പിച്ചു. അത് വളരെ രഹസ്യമായി തന്നെ അദ്ദേഹം അത് ചെയ്തതാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ കൂടെ പലരും ഉണ്ടായിരുന്നു. അവരാണ് അത് എല്ലായിടത്തേക്കും എത്തിച്ചത്. സമൂഹ മാധ്യമ പേജുകളിലൊക്കെ ഇത് വലിയ ചർച്ചയായി. അതായത് മമ്മൂട്ടിക്ക് ഒരു രോഗാവസ്ഥയുണ്ട്. അതിന്റെ പ്രാരംഭഘട്ടത്തിലാണ്. അദ്ദേഹം ചികിത്സയിലാണ്. എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിന്റെ രോഗം മാറി പൂർണ്ണ ആരോഗ്യത്തോടെ അദ്ദേഹം തിരിച്ചെത്തുക തന്നെ ചെയ്യും. അപ്പം അദ്ദേഹത്തിന്റെ രോഗശാന്തിക്കും പെട്ടെന്ന് സുഖപ്പെടുന്നതിനുമായി ഭഗവാൻ ശ്രീ ധർമ്മശാസ്താവിന്, ശബരിമല അയ്യപ്പന് ഉഷപൂജ വഴിപാടായി സമർപ്പിച്ചുകൊണ്ടാണ് മോഹൻലാൽ വാർത്തയിൽ ശ്രദ്ധ നേടിയത്. അപ്പം ഇത് പലർക്കും ഇഷ്ടപ്പെട്ടില്ല. കാരണം മമ്മൂട്ടി ഒരു ഇസ്ലാം മത വിശ്വാസിയാണ്. PI മുഹമ്മദ് കുട്ടി എന്നാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര്. അദ്ദേഹം എന്റെ നാട്ടിൽ തന്നെ കോട്ടയം ജില്ലയിലെ വൈക്കത്തിനടുത്ത് ചെമ്പ് എന്ന സ്ഥലത്താണ് അദ്ദേഹത്തിന്റെ സ്വദേശം. അപ്പം മമ്മൂട്ടി സിനിമയിൽ അഭിനയിക്കുന്നത് അനിസ്ലാമികമാണ്. ഇത് പറയുന്നവരുമുണ്ട്, മതപണ്ഡിതരുണ്ട്. മമ്മൂട്ടി ഡാൻസ് കളിക്കുന്നത്, മേക്കപ്പ് ഇടുന്നത്, പാട്ട് പാടുന്നത്, അഭിനയം കാഴ്ചവെക്കുന്നത്, അപ്പോൾ പിന്നെ പ്രേം നസീറും അതുപോലെ വിഖ്യാതരായ പല നടന്മാരുണ്ട്. ഹിന്ദിയിലുമുണ്ട്, മലയാളത്തിലുണ്ട്, തമിഴിലുണ്ട്. മുസ്ലിം മതവിശ്വാസികളായിട്ട് അവരൊക്കെ ചെയ്യുന്നത് അനിസ്ലാമികമായ കാര്യമാണ്. അവരൊക്കെ എന്താണ് ചെയ്യുന്നത്? ഇതൊക്കെ പറയുന്നത്, പുതിയതായി പറഞ്ഞത്, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചൊക്കെ ഗവേഷണം നടത്തി പറയുന്ന ഒരു വ്യക്തിയുണ്ട്. നമ്മൾ ചാനൽ ചർച്ചകളിലൊക്കെ ധാരാളം കണ്ടിട്ടുണ്ട്. അബ്ദുള്ള എന്ന് പറയുന്ന ഒരു മാധ്യമ പ്രവർത്തകനാണ്. ഇദ്ദേഹം ഒരു ഹിന്ദു ക്രിസ്ത്യൻ വിരോധിയാണെന്നും മുസ്ലിം വർഗീയവാദിയാണെന്നും ഒക്കെ പറയപ്പെടുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകളൊക്കെ അങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അതായത് ഇസ്ലാമികമായ കാര്യങ്ങളെ മാത്രം നല്ലതും സാമൂഹ്യ പ്രതിബദ്ധതയുള്ളതും എന്ന് കാണിക്കുകയും മറ്റ് മതവിശ്വാസങ്ങളെയും മതവികാരങ്ങളെയും ഒക്കെ തന്നെ പലപ്പോഴും ഭർസിക്കുകയും ചെയ്യുന്ന സംഭാഷണങ്ങളാണ് ഈ അബ്ദുള്ള എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകനിൽ നിന്നുണ്ടായിട്ടുള്ളത്. അദ്ദേഹത്തിന് ഇത്രയും പ്രായമായി ഒരു മാധ്യമ പ്രവർത്തകനാണ്, മുതിർന്ന മാധ്യമ പ്രവർത്തകനാണ്. ആ ബഹുമാനം ഒക്കെ വച്ചുകൊണ്ട് തന്നെയാണ് പറയുന്നത്. അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ ഇപ്പോൾ വീണ്ടും ചർച്ചയാകുന്നു. ഒന്നുമില്ല, മമ്മൂട്ടി അറിഞ്ഞാണ് മോഹൻലാൽ വഴിപാട് നടത്തിയത് എങ്കിൽ തൗബ ചെയ്യണം. തൗബ എന്ന് പറഞ്ഞാൽ ഈ മുസ്ലിം മതവിശ്വാസ പ്രകാരമുള്ള എന്തോ പാപത്തിനുള്ള പരിഹാര കർമ്മത്തിന്റെ ഭാഗമായി ചെയ്യുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല, ഇവിടുത്തെ മുസ്ലിം സമൂഹത്തോട് മമ്മൂട്ടി മാപ്പ് പറയുകയും വേണം. അപ്പം മമ്മൂട്ടി സിനിമയിൽ അഭിനയിക്കുന്നതിനോ, മമ്മൂട്ടി നൃത്തം ചെയ്യുന്നതിനോ, പാട്ടുപാടുന്നതിനോ, മമ്മൂട്ടി മറ്റ് സാംസ്കാരിക പരിപാടികളിൽ പങ്കെടുക്കുന്നതിനോ ഒക്കെ അപ്പൊ എത്ര പ്രാവശ്യം തൗബ ചെയ്യേണ്ടി വരും മമ്മൂട്ടി? ഇത്രയും കാലമായി അദ്ദേഹം അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ തൊഴിലാണ് അഭിനയം എന്ന് പറയുന്നത്. അപ്പൊ അഭിനയം അനിസ്ലാമികമാണ്. അപ്പം അതിനൊക്കെ തന്നെ എത്ര തൗബ ചെയ്താൽ മമ്മൂട്ടിയുടെ പാപം തീരും, ശിർക്ക് പാപം തീരും? ഇത്തരത്തിലുള്ള അന്ധമായ വർഗീയവാദികളാണ് ഈ സമൂഹത്തിന്റെ ശാപം. ഒരു സുഹൃത്തിന് വേണ്ടി സ്വന്തം മതവിശ്വാസ പ്രകാരമുള്ള ഒരു വഴിപാട് ഒരു നടന്, അത് മോഹൻലാൽ എന്ന് പറയുന്ന നടന് ഒരു ക്ഷേത്രത്തിൽ വഴിപാട് കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അങ്ങനെ ചെയ്തു, മമ്മൂട്ടി അറിഞ്ഞുകൊണ്ടാണെങ്കിൽ മമ്മൂട്ടി പരിഹാരം ചെയ്യണം, തൗബ ചെയ്യണം, മാപ്പ് പറയണം എന്നൊക്കെ പറയാൻ അബ്ദുള്ളക്ക് എന്ത് അധികാരം? അബ്ദുള്ള ആരാണ്? കേരളത്തെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യൻ സിനിമ സാംസ്കാരിക മേഖലയെ സംബന്ധിച്ചിടത്തോളം, എന്തിന് ഇന്ത്യൻ കേരളീയ മാധ്യമ മേഖലയെ സംബന്ധിച്ചിടത്തോളം അബ്ദുള്ള എന്ന് പറഞ്ഞാൽ ആരാണ്? ദൈവമോ, ഒടയതമ്പുരാനോ, നാടുവാഴിയോ, ഭരണകർത്താവോ, മാടമ്പി? നിങ്ങളുടെ കാര്യം നോക്കി പോകണമെങ്കിൽ മമ്മൂട്ടിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് മമ്മൂട്ടിക്ക് അറിയാം. മമ്മൂട്ടിക്ക് വേണ്ടി മോഹൻലാൽ എന്ത് വഴിപാട് കഴിക്കണം, എന്ത് പ്രാർത്ഥന നടത്തണം എന്ന് മോഹൻലാലിന് അറിയാം. മമ്മൂട്ടി അറിഞ്ഞോ അറിയാതെയോ അത് ചിലപ്പോൾ ചെയ്തെന്നിരിക്കും. കേരളത്തിലെ നൂറുകണക്കിന് ക്ഷേത്രങ്ങളിൽ മമ്മൂട്ടിക്ക് വേണ്ടി മുഹമ്മദ് കുട്ടി വിശാഖം എന്ന പേരിൽ വഴിപാടുകൾ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഞാൻ തന്നെ എത്രയോ മുസ്ലിം മതവിശ്വാസികളായ എന്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടി എന്റെ കുടുംബക്ഷേത്രത്തിലും മറ്റും എത്രയോ വഴിപാടുകൾ കഴിച്ചിരിക്കുന്നു. അപ്പം ഇവരെല്ലാം ചേർന്ന് തൗബ ചെയ്യണം, മാപ്പ് പറയണം എന്നൊക്കെ പറയാൻ അബ്ദുള്ള ആരാണ്? അബ്ദുള്ള പറയുന്നതാണ് ഇവിടെ നിയമം. ഇത് ശരീഅത്ത് നിയമമല്ല, ഇത് ഇന്ത്യൻ ഭരണഘടനയാണ്, ഇത് ജനാധിപത്യമാണ്, ഇത് മതേതര മതസൗഹാർദ്ദ രാജ്യമാണ്. ഇവിടെ സൗദിയിൽ പോലും ശരീഅത്ത് നിയമത്തിൽ ഒരുപാട് ഇളവുകൾ അവിടുത്തെ സൗദി രാജാവ് വരുത്തിയത് അബ്ദുള്ള അറിഞ്ഞു കാണില്ലേ? അബ്ദുള്ളക്ക് വേറെ ജോലിയൊന്നുമില്ലെങ്കിൽ നിങ്ങൾ വീട്ടിലിരുന്ന് പ്രാർത്ഥനയും മറ്റു കാര്യങ്ങളുമായി നടന്നുകൊള്ളൂ. ഇവിടെ മമ്മൂട്ടിയുടെ നെഞ്ചത്തും മോഹൻലാലിന്റെ നെഞ്ചത്തും കയറി മോഹൻലാൽ വഴിപാട് നടത്തിയതിന് തൗബ ചെയ്യണം, മാപ്പ് പറയണം മുസ്ലിം സമൂഹത്തോട് എന്നൊക്കെ പറയാൻ നിങ്ങൾക്ക് നാണവും മാനവുമില്ല. മമ്മൂട്ടി എത്ര വർഷമായി അഭിനയിക്കുന്നു? മമ്മൂട്ടി അഭിനയം നിർത്തണം, എന്നിട്ട് മാപ്പ് പറയണം, തൗബ ചെയ്യണം എന്നെന്തേ നിങ്ങൾ പറയാത്തത്? അത് മമ്മൂട്ടിക്ക് പണം കിട്ടുന്ന പരിപാടിയാണ്, മമ്മൂട്ടിയുടെ തൊഴിലാണ്. അത് പറയില്ല. ഇവിടെ ഒരു വഴിപാട് കഴിച്ചാൽ ഉടനെ തൗബ ചെയ്യണം, അത് ചെയ്യണം, ദുആ ചെയ്യണം, അത് പാപമാണ് ചെയ്തത്, അതായത് മമ്മൂട്ടി അറിഞ്ഞുകൊണ്ട് ആണെങ്കിൽ ഇത് മഹാപാപമാണ് ചെയ്തത് എന്നൊക്കെ പറയാൻ നാണമില്ലേ? നാണവും മാനവും. മുടിയും തലമുടിയും ഒക്കെ നരച്ചില്ല.
ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്തെ നിങ്ങൾ മാധ്യമപ്രവർത്തനം നടത്തിയിരുന്ന വ്യക്തിയെ അബ്ദുള്ള. നിങ്ങൾക്ക് ഇത്രയും പ്രായമായില്ലേ? നിങ്ങൾക്കിനി വല്ല ഈ ചിന്താശേഷിക്ക് വല്ല കുഴപ്പവും പറ്റിയോ? അതോ വർഗീയത തലയ്ക്ക് പിടിച്ച് ഭ്രാന്തായി? മമ്മൂട്ടിയുടെ കാര്യം മമ്മൂട്ടി നോക്കിക്കോളും, മോഹൻലാലിന്റെ കാര്യം മോഹൻലാൽ നോക്കിക്കോളും, ശബരിമല ശ്രീധർമ്മശാസ്താവിന്റെ കാര്യം ഇവിടുത്തെ ഭക്തജനങ്ങൾ നോക്കിക്കോളും. ഇനി മമ്മൂട്ടിക്ക് വേണ്ടി നിങ്ങൾ തൗബ ചെയ്യുകയോ മാപ്പ് പറയുകയോ ചെയ്താൽ ഞങ്ങൾക്ക് ഒരു കുഴപ്പവുമില്ല. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്, PRS ഹോസ്പിറ്റൽ കിള്ളിപ്പാലം തിരുവനന്തപുരം. 5 തലമുറകളായി നിങ്ങൾക്കൊപ്പം. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.